ഹലോ ഗായ്സ്, നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ് നമ്മളുടെ മൈൻക്രാഫ്റ്റ് വേൾഡിലേക്ക്. പക്ഷേ ഈ വേൾഡ് വേറെയാണ്. ഇതൊരു പുതിയ വേൾഡാണ്. ഞാൻ കുറച്ച് ഇതുണ്ടാക്കി വെച്ചിരുന്നു. ഈ മറ്റേ വീറ്റ് ഉണ്ടല്ലോ, അത് ഉണ്ടാക്കി വെച്ചിരുന്നു. ഉണ്ടാക്കി ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയതാ. അതുകൊണ്ടാക്കി അത് കിട്ടാത്തത്. പിന്നെ നമ്മളിവിടെ ഒരു വീറ്റ് ഫാം ഉണ്ടാക്കിയിരുന്നു. പിന്നെ ഒരു ചെറിയ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കണം, വീടുണ്ടാക്കണം. വീട് നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ജംഗിളിൻ്റെ അവിടെ നിൽക്കാം. ഒരു ഹെഡ് ക്വാർട്ടേഴ്സിന് വെച്ചായിരിക്കും അങ്ങനെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ നമുക്ക് ഈ വില്ലേജ് അടുത്ത് തന്നെ ആയിട്ടൊരു ഇതുണ്ടാക്കുക എന്ന് വെച്ചാൽ, നമ്മൾ ഈ വീടിൻ്റെ ബാക്കിലായിട്ട് സംഭവം കൊടുത്തിരുന്നു, ഒരു മാപ്പ് കൊടുത്തിരുന്നു. ഈ മാപ്പ് കൂടി നോക്കി നമുക്ക് മനസ്സിലാക്കാം ഏതാണ് എവിടെയാണ് നമ്മളുള്ളതെന്നൊക്കെ. പിന്നെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുന്നത് വെച്ചാൽ, അക്വേറിയം നമ്മൾ ഉണ്ടാക്കും, പക്ഷെ ഈ വീഡിയോയിലല്ല. അപ്പോൾ നമുക്ക് ഈ വീഡിയോ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാം. അപ്പോൾ എത്ര ആഴം വേണ്ടി വരും? ഒരു 4 ബ്ലോക്ക് ഉള്ളിലേക്ക് പോകേണ്ടി വരും. 4 ബ്ലോക്ക് ഉള്ളിലേക്ക് പോകേണ്ടി വരും. അല്ല, 5 ബ്ലോക്കും കൂടി ആവട്ടെ. അങ്ങനെ 5 ബ്ലോക്ക് എല്ലാം താഴത്തേക്കാൻ പോവുക. അഞ്ച് ബ്ലോക്ക് അങ്ങനെ ഉള്ളിലേക്ക് പോവുക. 5 ബ്ലോക്ക്. അപ്പോൾ ഇത്ര ഉണ്ടാക്കി കുറച്ച് സ്റ്റോൺ വെച്ച് ഫില്ല് ചെയ്യാണ്ട്. അപ്പോൾ ഇവിടെ എന്തായാലും സ്വിമ്മിംഗ് പൂൾ വരില്ലേ, പിന്നെ എന്തിനാ സ്റ്റോണിൻ്റെ ആവശ്യം? നമുക്ക് നല്ലൊരു ആടുള്ള സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കണം എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുക, കുറച്ച് പൊട്ടിക്കളയുക. ഇതിനെക്കാട്ടി നല്ല കുറച്ച് TNT നിറച്ച് പൊട്ടിക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് ഉണ്ടാക്കാൻ പെട്ടെന്ന് സുഖമാവുകയും ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് TNT വെച്ചിട്ട് പൊട്ടിക്കുക. അതിനൊരു പ്ലാൻ ഉണ്ട് ഇതിൻ്റെ. എന്താ അറിയോ? TNT ഒന്ന് ഇങ്ങോട്ട് സ്ഥാപിച്ചിരിക്കുക, ഇങ്ങോട്ട് വയ്ക്കുക, പിന്നെ ഇത് ഇങ്ങോട്ട് വയ്ക്കുക. പിന്നെ നമുക്ക് നേരെ മറ്റേ ബ്ലോക്ക് എടുക്കുക. ടാർഗറ്റ് അറിയുന്ന ഒരു ബ്ലോക്ക് ഉണ്ടല്ലോ, ആ ബ്ലോക്ക് എടുത്തിട്ട് ഇവിടെ വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഒരു ബോ എടുക്കണം. ബോ എടുത്ത ശേഷം ഈ ബോ ഇങ്ങനെ എടുത്ത് വലിക്കുക. ഞാൻ പറഞ്ഞു ഇവിടെ ഇങ്ങനെ കാല് ഇതായാലും ഞാൻ ഇതിലൂടെയൊക്കെ പെരക്കാത്തൂടെയൊക്കെ ഇങ്ങനെ വടിയാലോ. അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് നേരെ ഈ ടാർഗറ്റ് ബ്ലോക്കൊക്കെ നോക്കുമ്പോൾ വർക്കായി, സംഭവം വർക്കായി. ഓക്കെ, ഇത് മതിയാവും ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാൻ. ലാർജ് സ്വിമ്മിംഗ് പൂൾ ആക്കാം. കുറച്ചുകൂടി വേണ്ട, ഇത്ര മതി. ഇനി നമുക്ക് കുറച്ച് മറ്റേ ബ്ലോക്ക്, ഏത് ബ്ലോക്കാണ്? ഈ ബ്ലോക്ക് എടുക്കുക. ഈ ബ്ലോക്കും പിന്നെ ക്വാർട്ടറിൻ ബ്ലോക്കും. ഇവിടെ ക്വാർട്ടറിൻ ബ്ലോക്ക് എടുക്കുക. പിന്നെ അതിന് ശേഷം ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഈ ബ്ലോക്ക് വെച്ച് ഇതിൻ്റെ അടി അണ്ടർഗ്രൗണ്ട് ഫില്ല് ചെയ്യണം. മാത്രമേ നമുക്ക് ഇവിടെ വെച്ച് റെഡിയാക്കാൻ കഴിയുള്ളൂ. നല്ല സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ നമുക്ക്. ഇത്ര ആഴത്തിലാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. ആഴം കുറവായിരിക്കും, പക്ഷെ നീളം കുറച്ച് വലിപ്പം ഉണ്ടാവും, ആണ് സംഭവം. മെയിനായിട്ട് അങ്ങനെ ഉണ്ടാക്കി വരുന്നത്. അപ്പോൾ ഇവിടുന്ന് വിട്ടിട്ട് ഉണ്ടാക്കി വരാം, ഉള്ളത് ഫ്രെയിം വരെ.
ഇങ്ങനെ ആക്കുക, ഇങ്ങോട്ട് ആക്കുക, ഇങ്ങോട്ട് ഫില്ല് ചെയ്യുക, ഈ ഭാഗത്തേക്ക് ഫില്ല് ചെയ്യുക, ഇങ്ങോട്ട് ഫില്ല് ചെയ്യുക. അതിനുശേഷം ഇതങ്ങനെ ഫില്ല് ചെയ്ത് പോയാൽ മതി. ഇങ്ങോട്ട് ഫുള്ള് അങ്ങനെ ഫില്ല് ചെയ്ത് പോവുക. ഈ ഭാഗം കഴിഞ്ഞു. അടുത്തത് ഇങ്ങോട്ടാക്കി ഇത്രയും ബ്ലോക്ക് വെച്ചു. ഇത്രയും സംഭവം വെച്ചു നമ്മൾ. ഇത്രയും ബ്ലോക്ക് വെച്ച് കഴിയാറായി. ഇത്ര ആഴം കുറവാണ്, പക്ഷെ നമ്മളെ ഇതിൻ്റെ നീളം കൂട്ടാനാണ് മാക്സിമം ശ്രമിക്കുന്നത്. ഒരു വലിയൊരു പൂള് അതാണ് എൻ്റെ ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഒരു വലിയൊരു പൂൾ ഉണ്ടാക്കുക. അപ്പോൾ പൂളിൻ്റെ ഏകദേശം അടിയത്തെ വെള്ളം നിറയ്ക്കാനുള്ള സംഭവമാണ് ഫസ്റ്റ് ഉണ്ടാക്കി വരേണ്ടത്. അപ്പോൾ നമ്മളെ പൂളിൻ്റെ പരിപാടി ഏകദേശം കഴിയാറായി. ഇങ്ങനെ വെച്ച് ഫില്ല് ചെയ്ത് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ വെച്ച് ഈ ബ്ലോക്കുകൾ ഇങ്ങനെ വെക്കുക. ബ്ലോക്ക് ഇങ്ങനെ വെച്ച് ഫില്ല് ചെയ്യാണ് നമുക്ക് ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം. ഇത് അടിഭാഗം എന്താ പറയുക, കാണാൻ പാടില്ല. എന്നുവെച്ചാൽ അടിഭാഗത്ത് കണ്ടാൽ രസം ഉണ്ടാവില്ലല്ലോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്ലോക്ക് ഇരിക്കുന്നത്. ഈ ബ്ലോക്കാണ് എന്താ പറയുക, ഇപ്പോൾ എന്താ പറയുക ഇതിലൊക്കെ ഉണ്ടല്ലോ മൈൻ ക്രാഫ്റ്റ് സ്വിമ്മിംഗ് പൂൾ